ലോക സ്ട്രോക്ക് ദിനാചരണത്തിന്റെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്ട്രോക്കിന്റെ വിവിധ ലക്ഷണങ്ങൾ കോർത്തിണക്കി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഫ്ലാഷ് മോബ് കാണികൾക്ക് സ്ട്രോക്കിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്ന കാഴ്ചയായി. പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ബോധവൽക്കരണ പോസ്റ്ററുകളുടെ പ്രദർശനവും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്ട്രോക്ക് അവബോധ പരിപാടികളും ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. 31 രാവിലെ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച സ്ട്രോക്ക് ഡേ റണ്ണിന്റെ ഫ്ളാഗ് ഓഫ് ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരിയും സ്ട്രോക്ക് വിഭാഗം മേധാവി ഡോക്ടർ വിവേക് നമ്പ്യാരും ചേർന്ന് നിർവഹിച്ചു. ഇടപ്പള്ളി കുന്നുംപുറം ജംഗ്ഷനിലേക്കും തിരിച്ച് ആശുപത്രിയിലേക്കും നടന്ന സ്ട്രോക്ക് ഡേ റണ്ണിൽ 200ഓളം പേരാണ് പങ്കെടുത്തത്. ഡോക്ടർ വിവേക് നമ്പ്യാർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഉയർന്ന രക്തസമ്മർദ്ദമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമെന്നും അതിനാൽ രക്തസമ്മർദ്ദം സന്തുലിതമായി നിലനിർത്താൻ ഉപ്പിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൃദ്രോഗികൾക്കും ഹൃദയവാൽവിന് തകരാറുള്ളവർക്കും സ്ട്രോക്കിനുള്ള ഉയർന്ന സാധ്യതയുള്ളതിനാൽ അവർ അനുബന്ധമായ പരിശോധനകൾ ചെയ്ത് പ്രത്യേക കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.